ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഖാജയുടെ റെസിപ്പി ആയിട്ടാണ്. ഖാജ അല്ലെങ്കിൽ മടക്ക്, ഇങ്ങനെ പല പേരുകളിൽ ഈ ഒരു പലഹാരം അറിയപ്പെടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഖാജ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഖാജ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഖാജയ്ക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് അങ്ങനെ യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യ് ചേർക്കാവുന്നതാണ്, വെളിച്ചെണ്ണ ചേർക്കണ്ട. സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്, അങ്ങനെ ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. സാധാരണ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിതിലോട്ട് ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. ഇതിവിടെ അരമണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് മൈദ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് അങ്ങനെ ക്രിസ്റ്റലൈസ് ആവില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം 2-3 മിനിറ്റ് കഴിയുമ്പം ഇതിങ്ങനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലോട്ട് വരും. അതാണ് നമ്മുടെ കറക്റ്റ് പാകം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിവിടെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലോട്ട് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് ഇതിവിടെ മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, എക്സ്ട്രാ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 2 പോർഷനാക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിവിടെ 2 പോർഷനാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇതിലൊന്ന് നമുക്ക് ഇപ്പോൾ പരത്തിയെടുക്കാം, മറ്റത് നമുക്ക് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പകുതി പോർഷൻ നമുക്കിവിടെ അടച്ച് മാറ്റി വെക്കാം. മറ്റത് ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം തിന്നായിട്ട് തന്നെ പരത്തിക്കോളൂ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതെല്ലാ സ്ഥലത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഖാജ നല്ല ലെയറായിട്ട് കിട്ടും. ഇതിങ്ങനെ ഖാജ പൊട്ടിക്കുന്ന സമയത്ത് നല്ല ലെയേഴ്സോട് കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ മൈദപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തോളൂ. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലെയർ വിട്ട് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് മൈദപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. റോൾ ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ മടക്കി എടുക്കാം. ഓരോ പ്രാവശ്യം മടക്കുമ്പോഴും ഞാൻ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മടക്കിയെടുത്ത ശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ലതുപോലെ അതിൽ നിന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളം ചേർത്താൽ നല്ലതുപോലെ ഒട്ടിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അധികം വലിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു ഖാജയായിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇങ്ങനെ നമ്മുടെ ഒരു വിരൽ കൊണ്ട് ആദ്യം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് പുറത്ത് വരണം. അതിനുശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുന്നോട്ടും ബാക്കോട്ടായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കണം. ഒത്തിരി പരത്തിയെടുക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിന്നായിട്ടുള്ള അധികം ലെയേഴ്സൊന്നും ഇല്ലാത്ത തിന്നായിട്ടുള്ള കാച്ചിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് നീളത്തിൽ പരത്തിയെടുത്താൽ മതി. ഞാൻ അധികം തിന്നാക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബോളും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. കൗണ്ടർ ടോപ്പിൽ മൈദയോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ 15 കാജക്കുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ലെയേഴ്സൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് ഒരു ചെറിയ പീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പം ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായിട്ട് ഉള്ളിൽ ശരിക്കും ഫ്രൈ ആവാതെ വരും. നല്ല ക്രിസ്പിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം ഫ്രൈ ചെയ്യേണ്ടതായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ ലെയേഴ്സൊക്കെ നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിരിക്കുന്ന നമ്മുടെ കാജ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാജക്ക് അധികം മധുരം വേണ്ടാന്നാണെങ്കിൽ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടപാട് തന്നെ കോരിയെടുക്കാം. ഇനി അതല്ല കുറച്ച് ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്നിങ്ങനെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള കാജ കിട്ടും. അതല്ല നിങ്ങൾക്ക് ചെറിയ മധുരത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാജ വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടപാട് തന്നെ എടുക്കണം. അപ്പോൾ ഇതാ ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കാജ കരിഞ്ഞു പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്ര മതി. ഞാൻ ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇപ്പം തന്നെ നന്നായിട്ട് തന്നെ ഷുഗർ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള കാജയാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാൻ മറക്കരുത്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കാജ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കാജ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.